ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മാൾട്ടയിലേക്ക് വന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് ചെയ്യാൻ പാടില്ലാത്ത 5 മിസ്റ്റേക്ക്. അതിനകത്ത് ഫസ്റ്റത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് ഏജൻസി പറഞ്ഞാൽ മാത്രം വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു റിസർച്ചും ചെയ്യാതെ നമ്മൾ എന്ത് കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം അങ്ങനെ ഒന്നും നമ്മൾ റിസർച്ച് ചെയ്യാതെ ഏജൻസി പറഞ്ഞാൽ മാത്രം വിശ്വസിച്ചിട്ട് വേറൊരു കൺട്രിയിലോട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഇങ്ങോട്ട് തന്നെ ഭൂരിഭാഗം സ്റ്റുഡൻസും എന്തിനാണ് ഈ കോഴ്സ് എടുക്കുന്നത് അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ എന്ന് പോലും അറിയാണ്ടാണ് മാൾട്ടയിലേക്കും അല്ലാണ്ട് മറ്റു പല രാജ്യങ്ങളിലേക്കും പോകുന്നത്. മാൾട്ടയിലോട്ട് മാത്രമല്ല കേട്ടോ, അതെല്ലാം ഏജൻസിക്കാർ പറയണം ഓക്കെ ഇന്ന കോഴ്സ് എടുത്താൽ പെട്ടെന്ന് പോകാം അല്ലെങ്കിൽ ഇന്ന കോഴ്സ് എടുത്താൽ നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് നമ്മളൊരു രാജ്യത്ത് വന്നു കഴിയുമ്പോൾ ആ രാജ്യത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാത്തത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻസിൻ്റെ ഒരു സർക്കിൾ ഉണ്ടാവും അവർക്ക്, അവരവരോട് മാത്രമേ കൂടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരോടൊന്നും മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കില്ല, ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ പിടിച്ച് നിൽക്കും. ഇപ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടുത്തെ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യണം അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യണം, അങ്ങനെ ഒരു സർക്കിൾ ബിൽഡ് ചെയ്തെടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. കാര്യം നമ്മുടെ ഫ്യൂച്ചറിലേക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണെങ്കിലും അങ്ങനത്തെ ഒരു സർക്കിൾ നമ്മളെ വളരെയധികം സഹായിക്കും. മൂന്നാമത്തെയും വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു എഫേർട്ട് പോലും എടുക്കാത്തത് വളരെ വലിയൊരു മിസ്റ്റേക്കാണ്. കാര്യം മാൾട്ട ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. അതുമാത്രമല്ല ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് പോകുന്ന മിക്ക കൺട്രീസും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ഞാൻ തന്നെയാണെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാനിതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. ഓക്കെ ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം, എന്നാൽ എനിക്കൊരു പ്രയോറിറ്റി കിട്ടും അല്ലെങ്കിൽ എനിക്കൊരു മുൻഗണന കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇതൊരു ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഇംഗ്ലീഷ് നല്ലപോലെ അറിയാമെങ്കിൽ നമുക്ക് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഈവൻ നമ്മുടെ ക്വാളിഫിക്കേഷൻ പോലും മാറ്റർ ചെയ്യില്ല. ഒരു ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൊണ്ട് മാത്രം ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് ജോലി മേടിച്ചിട്ടുള്ള കുറേ പേരെ എനിക്കറിയാം. വെറും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൊണ്ട് മാത്രം അവർ അപ്ലൈ ചെയ്യണ ജോലിക്ക് ഉള്ള ആവശ്യമുള്ള സ്കിൽസ് പോലും അവർക്ക് ഉണ്ടാവില്ല, പക്ഷേ വെറും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൊണ്ട് മാത്രം. വെറും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിസ്സാരമായി കണ്ടുകൊണ്ട് പറഞ്ഞല്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ നല്ല ഒരു പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ സുഖമായി നമുക്ക് ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ കിടിലൻ ജോലി ഫൈൻഡ് ചെയ്യാൻ. ഒരു കാര്യം ഞാൻ പറയും, ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് പാർട്ട് ടൈം ആയിട്ട് മെയിനായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോണ ജോലി എന്താണെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിലെ വല്ലതുമായിരിക്കും. അപ്പോൾ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കും പ്രയർ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൈൻ ഓപ്പൺ ആക്കാനെങ്കിലും നാട്ടിൽ നിന്ന് യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് വന്നാൽ ബെറ്റർ ആയിരിക്കും. കാര്യം നമുക്കൊരു വൈൻ ഓപ്പൺ ആക്കാൻ അറിയാമെങ്കിലുള്ള ഗുണം അവരവർക്ക് ഓക്കെ നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്, വൈൻ ഓപ്പൺ ആക്കാൻ ഇവനറിയാമെന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് മിക്ക സ്റ്റുഡൻസിനും അറിയില്ല ഒരു വൈൻ ബോട്ടിൽ എങ്ങനെയാണ് ഓപ്പൺ ആക്കണമെന്ന്. സുഖമായിട്ട് നമുക്ക് യൂട്യൂബ് നോക്കി പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതറിയാമെങ്കിൽ പാർട്ട് ടൈം കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. ഇത് വലിയൊരു സംഭവമൊന്നുമല്ല, പക്ഷേ പാർട്ട് ടൈം എന്തെന്നാലും എല്ലാവരും ചെയ്യേണ്ടി വരും. പാർട്ട് ടൈം കിട്ടാൻ റെസ്റ്റോറൻറ്റ് ഫീൽഡാണ് നോക്കണമെങ്കിൽ വൈൻ ഓപ്പൺ ചെയ്യാൻ പഠിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പാർട്ട് ടൈമിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാം, അതാണ് എൻ്റെ 4ാമത്തെ പോയിൻറ്റ്. പാർട്ട് ടൈംസിൽ ഓവറായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. കാര്യം നമ്മളിവിടെ പഠിക്കാനാണ് വന്നേക്കണത്, മീൻസ് സ്റ്റുഡൻസിനെ ആരോണ്ട് ഞാൻ പറഞ്ഞത് പഠിക്കാനാണ് വന്നേക്കണത്. പാർട്ട് ടൈം ചെയ്യണ്ടെന്നല്ല, പക്ഷേ പഠിത്തത്തിൻ്റെ കാര്യം വിട്ടുകൊണ്ട് പാർട്ട് ടൈം ചെയ്യരുത്. ഇപ്പോൾ എൻ്റെ ബാച്ചിലുണ്ടായ കുറേ സ്റ്റുഡൻസിന് അറ്റൻഡൻസിൻ്റെ പ്രശ്നം കാരണം കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പോലും കിട്ടാതെ തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണ ഒരു കാര്യമാണ്. കാര്യം നമ്മൾ ഈ 10 ലക്ഷം രൂപയൊക്കെ മുടക്കി വന്നിട്ട് ഇവിടെ അറ്റൻഡൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ കാർഡ് പോലും റിന്യൂ ചെയ്യാൻ പറ്റാതെ വിസക്കും വെക്കാൻ പറ്റാണ്ട് ജോലിക്കും അപ്ലൈ ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പാർട്ട് ടൈം ചെയ്യണ്ടെന്നല്ല, പക്ഷേ പാർട്ട് ടൈമിന് വേണ്ടി എക്സാം മിസ് ചെയ്യുക, അസൈൻമെൻറ്റ് വെക്കാതിരിക്കുക, ക്ലാസ്സിൽ കയറാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണതിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം നമ്മളിവിടെ വന്നതിൻ്റെ പർപ്പസേ പഠിക്കാൻ വേണ്ടിയാണ്. അറ്റ്ലീസ്റ്റ് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ 1 വർഷത്തെ കോഴ്സാണെങ്കിൽ ആ 1 വർഷം കഴിയുമ്പോൾ തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. നമുക്ക് എക്സ്റ്റൻഷൻ പോലും വെക്കാൻ പറ്റില്ല അറ്റൻഡൻസ് ഇല്ലെങ്കിൽ. അതുകൊണ്ട് പാർട്ട് ടൈം പോണതിൻ്റെ ഒപ്പം തന്നെ അസൈൻമെൻറ്റ്സും എക്സാമും ക്ലാസ്സും അറ്റൻഡൻസ് ഇവിടെ എൻ്റെ കോളേജിൽ എനിക്കൊന്ന് 70% അറ്റൻഡൻസ് മാൻഡേറ്ററി ആയിട്ട് വേണമായിരുന്നു. ആ അറ്റൻഡൻസ് ഇല്ലാത്ത ആർക്കും തന്നെ കോഴ്സ് കംപ്ലീഷനും കൊടുത്തിട്ടില്ല, എക്സ്റ്റൻഷൻ ചെയ്യാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് കുറേ പേര് തിരിച്ച് നാട്ടിൽ പോകേണ്ടി വന്ന്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. 5ാമത്തെ മിസ്റ്റേക്ക്, ഈ കാര്യം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ എന്നാലും പറയാൻ കാര്യം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഞാൻ എൻ്റെ വിസക്ക് അപ്ലൈ ചെയ്ത സമയത്ത് എന്നോട് എൻ്റെ ഏജൻസി പറഞ്ഞത് ഒരു 7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ടിക്കറ്റ് അടക്കം എല്ലാ കാര്യവും സെറ്റാവും.
ടിക്കറ്റ് അടക്കം നിങ്ങൾക്ക് മാൾട്ടയിൽ എത്താം എന്നാണ് എൻ്റെ അടുത്ത് ഏജൻസി പറഞ്ഞത് തുടങ്ങിയ സമയത്ത്. പക്ഷേ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ അന്വേഷിച്ച് അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു വെച്ചാൽ 7 ലക്ഷം രൂപ കൊണ്ടൊന്നും മാൾട്ടയിൽ എത്താൻ പറ്റില്ല. ലൈക്ക് എൻ്റെ കോഴ്സിന് തന്നെ ഉണ്ടായിരുന്ന 6.5 ലക്ഷം രൂപ. അപ്പോൾ 7 ലക്ഷം രൂപ കൊണ്ട് ഇവിടെ എത്താൻ പറ്റുമെന്ന് അവർ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അറൗണ്ട് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ആകും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഒരു 3 മാസത്തെ പൈസ കയ്യിൽ കരുതണം. റെൻറ്റ് കാര്യങ്ങൾ അങ്ങനെ കുറേ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മളിത് വെക്കാൻ നേരത്ത് ഇത്ര ചെറിയ പൈസ ആയിരിക്കും അവർ പറയണത്. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് കാര്യം റെഡിയാവില്ല. വൺസ് നമ്മളിതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാതെ ഒരു തിരിച്ചുപോക്ക് ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ലെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇറങ്ങുന്നതിന് മുന്നേ മനസ്സിലാക്കുക, ഏജൻസി പറയണതല്ല, അതിൽ കൂടുതൽ പൈസയാകും. ഇപ്പോൾ കോഴ്സ് 6.5 ലക്ഷം രൂപ 7 ലക്ഷം രൂപയാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപയും കൂടി എക്സ്ട്രാ നമ്മൾ എന്ത് വന്നാലും എക്സ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവിടെ എത്താൻ പറ്റില്ല, അത് 100% ഉറപ്പാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു സ്ഥലത്ത് വന്നോന്ന് ഞാൻ കുറേ ദിവസമായിട്ട് ഓർക്കണം, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. സ്പ്രിങ്ങിൽ വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നോന്ന്, പക്ഷേ സ്പ്രിങ് കഴിഞ്ഞിപ്പോൾ സമ്മറായി. അതുകൊണ്ട് പച്ചപ്പൊക്കെ പോയി ഇപ്പോൾ ഫുള്ള് ഉണങ്ങി മരുഭൂമി പോലെ ഇരിക്കുന്ന സ്ഥലമായി. ഞാൻ വേണമെങ്കിൽ സ്ഥലമൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്പ്രിങ്ങിൻ്റെ ടൈമിൽ ഇത് നല്ലൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുമാതിരി ഫുള്ള് പുല്ല് ഉണങ്ങി എല്ലാം ഉണങ്ങി നശിച്ചിരിക്കണാണ്. അപ്പോൾ അത്ര ഉള്ളു. ബൈ.